പച്ചമാങ്ങയാകട്ടെ പഴുത്ത മാങ്ങയാകട്ടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണല്ലേ. നമുക്ക് പച്ചയാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. നമുക്ക് പച്ച മാങ്ങയാണെങ്കിലും കറികളിലിടാൻ, ഉപ്പിലിടാൻ, ഇവയ്ക്കെല്ലാം നമ്മൾ വർഷം മുഴുവനും പല രീതിയിൽ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മുറിച്ചൊക്കെയാണ് പലപ്പോഴും ഫ്രീസറിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ നമ്മൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്ത പോലെ നമുക്ക് വർഷം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുന്ന, അതിപ്പോൾ നമ്മളുടെ പച്ചമാങ്ങയും മാത്രമല്ല കേട്ടോ, പഴുത്ത മാങ്ങയും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കിടിലൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ നാട്ടിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, വിദേശത്ത് പോകുന്നവർക്കും ഇതുപോലെ ചെയ്തു വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടുത്ത വർഷം അവർ വെക്കേഷന് വരുന്നത് വരെയും അവർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എത്ര ബൾക്കാണെങ്കിലും ഇപ്പം നമുക്ക് നമ്മളുടെ ഫ്രിഡ്ജൊക്കെ എന്ന് പറയുന്നത് വളരെ വലിയ ഫ്രിഡ്ജുകളാണ്. പണ്ടൊക്കെയാണ് ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇപ്പം നമുക്ക് വലിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ പല ഇപ്പം മാങ്ങയാകട്ടെ ചക്കയാകട്ടെ സ്റ്റോർ ചെയ്യാനൊക്കെ സ്പേസ് ഇല്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആദ്യമായിട്ട് ഈ മാങ്ങ എത്രത്തോളം ഉണ്ടോ അത് നല്ലതുപോലെ കഴുകണം കേട്ടോ. ചതഞ്ഞതോ പൊട്ടിയതോ ഒന്നും എടുക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ മരത്തിൽ നിന്ന് പറിക്കുമ്പോൾ പൊട്ടലൊക്കെ വരില്ല, അതുപോലെ ഇത് മരത്തിൽ നിന്ന് വീണ് കിട്ടുന്ന മാങ്ങകളില്ലേ, അതൊന്നും ഈ ഒരു രീതിയിൽ ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളിത് പറിച്ചെടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള അതിൻ്റെ ആ ഒരു നെടുമ്പ് നമ്മൾ പൊട്ടിക്കുമ്പോൾ ചൊന വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊട്ടലോ ഒരു കുത്തലോ ഒന്നും പാടില്ലാത്ത മാങ്ങ ഇതുപോലെ നല്ലതുപോലെ ഉപ്പിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കളഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്ത് നമ്മൾ ഇതുപോലെ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. വിനാഗിരി വേണം, പഞ്ചസാര വേണം, പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു വിനാഗിരിയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പഞ്ചസാര അലിയുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് എടുത്ത് കഴിയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം അതിൽ വന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത്ര അങ്ങോട്ട് ഫ്രഷായിട്ട് നമ്മളിപ്പം ആ ഒരു ഫ്രീസ് ചെയ്തതിൻ്റെ ആ ഒരു ഇതുണ്ടാകും നമ്മൾ ചെയ്യുമ്പോൾ. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഫ്രീസ് ചെയ്തതിൻ്റെ ആ ഒരു ക്വാളിറ്റിയേ കിട്ടുള്ളൂ. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മരത്തിൽ നിന്ന് പറിച്ച് നമ്മൾ ചെയ്യില്ല, ആ ഒരു പെർഫെക്ഷനോടുകൂടി നമുക്കിപ്പോൾ കറിയിലിടാനാണെങ്കിലും പഴുത്തതാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാനങ്ങനെ പറയാറില്ല, പക്ഷേ പലപ്പോഴും തോന്നും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ട് അങ്ങനെ പറയാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷനൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. ഇപ്പോൾ വ്യൂസൊക്കെ കൂടുതൽ വരുമെങ്കിലും ലൈക്കും കമൻറ്റൊക്കെ വളരെ കുറവാണ്. അപ്പോൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇനി മുന്നോട്ടുള്ള വീഡിയോ ഏതെങ്കിലും വിധത്തിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി അറിയിക്കാം. എന്താണ് നിങ്ങളുടെ ഡൗട്ട്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, എന്ത് ടിപ്സാണ് അറിയേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു നെട്ടിൻ്റെ ഭാഗമില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചൊനയൊക്കെ നല്ലതുപോലെ കളഞ്ഞെടുക്കണം. ഫുള്ളായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന വിനാഗിരിയും പഞ്ചസാരയും ഇല്ലേ അത് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വിനാഗിരിയും പഞ്ചസാരയും അതുപോലെ തന്നെ ഓയിലിൻ്റെ മിക്സ് ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ആ പുറത്തൊക്കെ ഒരു കോട്ടൺ തുണി കൊണ്ട് ഫുള്ളായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ആക്കി കൊടുക്കണം. ആ മാങ്ങയുടെ ഫുള്ള് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ മാങ്ങയും ചെയ്തെടുക്കാവുന്നതാണ്. എത്ര കിലോ മാങ്ങയുണ്ടെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് കൊടുത്തു വിടുന്നതെങ്കിൽ അത് ഫ്രഷ് ആയിട്ടിരിക്കാനും അവർക്ക് കാലങ്ങളോളം ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് കേട്ടോ.
ഗൾഫിൽ പോകുന്നവർ മാത്രമല്ല, നമുക്ക് ഇവിടെയും നമുക്ക് ചെയ്തു വെച്ചാൽ കറിക്കൊക്കെ മാങ്ങ ഇടാനൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കും. ഇനി നമുക്ക് ഈ ഒരു മാങ്ങ ഇതുപോലെ ഓരോ പേപ്പറിലും പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എന്താണ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ കുട്ടികളെ ബുക്കുകൾ ധാരാളമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മടക്കി ഓരോന്നും നമ്മൾ ഇതുപോലെ വെക്കണം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഉണക്കിയൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഈ ഒരു പച്ചമാങ്ങൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കവറാണ്, അല്ലെങ്കിൽ സിബ് ലോക്ക് വലിയ കവറുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് എയറൊക്കെ കളഞ്ഞ് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ ഇത് എടുത്ത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാലും വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇത് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുക അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ട രീതിയും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഫ്രീസൊന്നും ചെയ്യേണ്ട. ഫ്രീസൊന്നും ചെയ്യാതെ തന്നെ നമുക്കിത് കാലങ്ങളോളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം എടുക്കാൻ വേണ്ടി എടുത്തിട്ട് പിന്നെ അത് പുറത്ത് വെച്ച് അതിൻ്റെ ഫുള്ള് തണുപ്പൊക്കെ പോയിട്ട് പിന്നെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകും. ആവശ്യമുള്ള സമയത്ത് എടുക്കുക. അപ്പം തന്നെ നിങ്ങൾ ഇത് ഈ ഒരു ബോക്സിൽ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ട് വയ്ക്കുന്ന ആ ഒരു ബോക്സിലെ ആ ഒരു ബോക്സിലാണ് നമ്മളിത് സൂക്ഷിക്കുന്നത്. ഇത് സൂക്ഷിക്കാനായിട്ടും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൂടി പറഞ്ഞു തരാം. നമ്മൾ ഇതിലും ഈ ഒരു ബോക്സിലും നമ്മളുടെ പേപ്പർ, ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ബുക്കിൻ്റെ പേപ്പറോ ഒക്കെ ഇതിൽ വിരിച്ചതിന് ശേഷം മാത്രം ഈ ഒരു മാങ്ങ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു ഈർപ്പത്തിൻ്റെ അംശമൊന്നും ഒട്ടും ഒരു തരി പോലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകാതിരിക്കുവാനാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഇതുപോലെ നമ്മൾ പേപ്പർ വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബോക്സ് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി ആകട്ടെ എന്തും ഫ്രഷോടുകൂടി ഇരിക്കാനായിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അത് സഹായിക്കും കേട്ടോ. ഇതിപ്പോൾ മാങ്ങയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ പച്ചക്കറി വെക്കുമ്പോൾ ഈ ഒരു ബോക്സിൽ ഇതുപോലെ പേപ്പറുകൾ വെച്ചിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് വലുതായതുകൊണ്ട് തന്നെ ആ മാങ്ങ ഒരു സൈഡിൽ ഇരുന്നോളും. നമുക്കിതിൻ്റെ സൈഡിലും മേളിലും ഒക്കെ പച്ചക്കറിയും എല്ലാം നമ്മൾ സാധാരണ എങ്ങനെയാണോ ബോക്സിൽ സാധനങ്ങളിട്ട് സൂക്ഷിക്കുന്നത് അതുപോലെ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ബോക്സിൽ വേറൊന്നും വെക്കാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ഇതിൽ നമുക്ക് ഇതിൻ്റെ മേളിലൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാവുന്നതാണ്. നല്ല സേഫായിട്ടും നല്ല കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഇടുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് പൂപ്പൽ വരിക, പെട്ടെന്ന് ചീത്തായി പോവുക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മിക്കവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഉപ്പിലിട്ട മാങ്ങ വർഷങ്ങളായാലും 10 വർഷമായാൽ പോലും അത് അനങ്ങാതിരിക്കും. വെള്ളം തിളപ്പിച്ച് നേരിയ ചൂടോടുകൂടി തന്നെ, ഭയങ്കര ഇങ്ങനെ തിളച്ച ചൂട് വേണ്ട, ആ ഒരു ചൂടിൽ നമ്മൾ ഈ ഒരു മാങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു ഫുള്ളിങ്ങനെ വെന്ത പോലെ ആകരുത്. ആ മാങ്ങയുടെ തൊലിയിലെ പുറം ഭാഗം ഒന്ന് കളറ് മാറിയതിന് ശേഷം എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉപ്പിലിട്ട് വയ്ക്കുന്ന ഈ ഒരു കുപ്പിയിൽ കുറച്ച് വിനാഗിരി ഇതുപോലെ ഫുള്ളായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. ഫുള്ളായിട്ടാകണം കേട്ടോ, ഒരു സൈഡ് പോലെ ആകാതിരിക്കരുത്. എന്നിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളം കേട്ടോ, തിളച്ച ചൂടുവെള്ളം ഒഴിക്കരുത്, ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചൂടുവെള്ളത്തിലിട്ട ആ മാങ്ങയില്ലേ അത് നല്ലതുപോലെ തുടച്ചെടുക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. കുറേ ഒന്നും ഇട്ട് വേവിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു മാങ്ങയുടെ തൊലിപ്പുറം മാത്രം ഒന്ന് കളർ ചേഞ്ച് ആകുക. കണ്ടില്ലേ, ഇത് നല്ലതുപോലെ തന്നെ തുടച്ചതാണ്. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ തുടച്ചു കൊടുക്കുക. ഇത് ഞാൻ ഓൾറെഡി തുടച്ചു വെച്ചത് കൊണ്ടാണ് ഇത് കാണിക്കാത്തത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭരണിയിലാണെങ്കിൽ ഭരണിയിൽ ഇട്ട് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഒന്നും പാത്രത്തിൽ ഉപ്പിലിട്ട മാങ്ങയൊന്നും വെക്കരുത്. നമ്മൾ ഇതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ജാറിൽ തന്നെ നിങ്ങൾ ഈ ഒരു അച്ചാറാണെങ്കിലും ഉപ്പിലിട്ടതാണെങ്കിലൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു നുള്ള വെള്ളത്തിൻ്റെ അംശം അവിടെ ഇവിടെ കാണുന്നത് വരെ ഞാൻ തുടച്ചു കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ എടുക്കുമ്പോഴാണെങ്കിലും നല്ല നീറ്റായിട്ടുള്ള നല്ല ഒരു വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള ഒരു ഇത്
എടുത്തിട്ട് മാത്രമേ നിങ്ങൾ സ്പൂൺ ഇട്ടിട്ട് മാത്രമേ ഈ ഒരു മാങ്ങ എടുക്കാവുള്ളൂ കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 വർഷമായാലും ഈ ഒരു ഉപ്പിലിട്ട മാങ്ങയൊന്നും ചീത്താവില്ല കേട്ടോ. ഇനി പഴുത്ത മാങ്ങ നമുക്ക് ഷെയ്ക്കൊക്കെ അടിക്കാനായിട്ട് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അത് ഓരോ ദിവസത്തേക്കുള്ള ഓരോ ക്വാണ്ടിറ്റി, ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം എടുത്ത് ഉപയോഗിക്കുന്ന എത്ര ക്വാണ്ടിറ്റി ആണോ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് സിബ്ലോ കവറിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടെയ്നറിൽ വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീസറിൽ കുറേ സ്ഥലം വേണ്ടി വരും. അപ്പോൾ ഫ്രീസറിൽ സ്ഥലം നമുക്ക് ലാഭിക്കാനായിട്ട് നമുക്ക് നമ്മളുടെ സിബ്ലോ കവറായിരിക്കും ഏറ്റവും ബെറ്റർ. എത്ര ദിവസമാണോ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഒരു ദിവസം ഉപയോഗിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റി വെച്ച് ഇതുപോലെ ഇട്ട് കൊടുത്ത് കുറച്ച് തേന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് തേന്, നല്ല ശുദ്ധമായ തേനിട്ട് മിക്സ് ചെയ്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ വർഷം മുഴുവനും നിങ്ങൾക്ക് മാങ്ങ കൊണ്ടുള്ള ഐസ്ക്രീം ഷേക്കുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.